ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പണ്ടുകാലത്ത് സമുദായത്തിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളെ ഗുരുദേവൻ നിർത്തലാക്കിയ സംഭവങ്ങൾ ഏവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ന് അവയിൽ ചിലത് പറയാം. പണ്ട് സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു അനാവശ്യവും പണച്ചിലവേറിയതുമായ അനാചാരമായിരുന്നു കെട്ടുകല്യാണം. പെൺകുട്ടികൾക്ക് വിവാഹത്തിനു മുൻപ് വളരെ ചെറുപ്പത്തിൽ തന്നെ ശൈശവാവസ്ഥയിൽ നടത്തിയിരുന്ന ഒരു കർമ്മമായിരുന്നു അത്. അതിനുള്ള ചിട്ടവട്ടങ്ങൾ ചുരുക്കി പറയാം. ആദ്യമായി ബന്ധുക്കളെയും സമുദായ പ്രമാണിമാരെയും വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അടുപ്പ് കൂട്ടി കുട്ടകത്തിൽ 5-6 പറ നെല്ല് പുഴുങ്ങും. പിന്നീട് വീടിന് മുമ്പിൽ വലുതായൊരു പന്തൽ നിർമ്മിക്കും. പന്തലിൻ്റെ നിർമ്മാണം ഗൃഹനാഥൻ്റെ കഴിവും സ്ഥാനവും ഒക്കെ അനുസരിച്ച് ആയിരിക്കും. പണവും സ്ഥാനമാനങ്ങളും ഉള്ളവർ ക്രാസും പടിയും പടിമേൽ പടിയും ആനവാതിലും ആർച്ചുവാതിലും എല്ലാം ഉണ്ടാക്കും. ബന്ധുക്കൾക്കും അയൽവാസികളും എല്ലാം ചേർന്ന് ദിവസങ്ങളോളം നടത്തുന്ന പണികൾക്ക് പണച്ചിലവേറും. ദിവസവും വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. കല്യാണ ദിവസം കെട്ടിനുള്ള ആൺകുട്ടികൾ, അതായത് കുട്ടിമണവാളന്മാർ, മറ്റൊരു വീട്ടിൽ നിന്ന് ഒരുങ്ങി ആഘോഷമായിട്ട് വരും. അവർ അവരുടെ കഴിവിനൊത്ത വാഹനത്തിലേറി വരും. ആനപ്പുറത്തോ ഒക്കെ ആകാം. അതേസമയം പെൺകുട്ടികൾ മുലകുടി മാറിയ ശിശു മുതൽ 12 വയസ്സ് വരെ 10-12 വയസ്സ് വരെ പ്രായമുള്ളവർ വരെ തെക്കുവടക്കായിട്ട് പന്തലിലിരിക്കും. കുട്ടിമണവാളന്മാർ വരുമ്പോൾ അവരോട്, ഈ പെൺകുട്ടികളോട്, വെറ്റില കൊണ്ട് മുഖം മറച്ച് ശങ്കിച്ച ഭാവത്തിൽ ഇരിക്കാൻ പറയും. കെട്ടുകല്യാണം കഴിഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളും മണിയറയിൽ പോയി അമ്മായിച്ചോറ് ഉണ്ട് 4 ദിവസം സുഖമായി കഴിയണം. 4-ാം ദിവസം കുട്ടിമണവാളന്മാർ മന്ത്രകോടിയും കൊടുത്ത് 2 ചക്രവും മേടിച്ച് തിരിച്ചു പോകും. പിന്നീട് അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇങ്ങനെ ഒരു പ്രയോജനവും ആർക്കും ഇല്ലാത്ത നിരർത്ഥകരമായ കാര്യത്തിന് ധനം വ്യയം ചെയ്യുന്നത് നിർത്തണം. ഇത് ഒരു അനാചാരമാണ് എന്ന് ഗുരുദേവൻ അരുളി ചെയ്തു. നെയ്യാറ്റിൻകര കരിക്കുളത്ത് രത്തൻകുമാരൻ എന്ന ഒരു ഈഴവ പ്രമാണി താമസിച്ചിരുന്നു. അദ്ദേഹം ഒരു ഗുരുഭക്തനും SNDP യോഗം പ്രവർത്തകനും ആയിരുന്നു. അദ്ദേഹം തൻ്റെ പുത്രിമാരുടെ കെട്ടുകല്യാണം വളരെ ഗംഭീരമായി നടത്താൻ നിശ്ചയിച്ചു. മാസങ്ങളോളം നീണ്ട ഒരുക്കങ്ങളും ഉണ്ടായി. വലിയ പന്തലും സദ്യവട്ടങ്ങളും എല്ലാമായി. മുഹൂർത്ത ദിവസം ബന്ധുക്കളും സമുദായ പ്രമാണിമാരും മിത്രങ്ങളായിട്ട് ഉള്ള നായന്മാരും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും എല്ലാം വന്നു ചേർന്നു. വലിയ വാദ്യഘോഷങ്ങളോടുകൂടി കെട്ടുകർമ്മം നടക്കേണ്ട സമയമായി. അപ്പോൾ അവിചാരിതമായി അവിടെ ഗുരുദേവൻ ആഗതനായി. ഗുരുദേവനെ കണ്ടപ്പോൾ പലർക്കും പലവിധ വികാരമാണ് തോന്നിയത്. എങ്കിലും എല്ലാവരും എഴുന്നേറ്റ് ഗുരുവിനെ ആദരിച്ചു. ഗൃഹനാഥൻ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹം എന്തു പറയും എന്ന ശങ്കയിൽ തൊഴുതു നിന്നു. ഗുരുദേവൻ എല്ലാവരോടുമായി പറഞ്ഞു, സ്ത്രീകൾക്ക് വിവാഹം എന്ന കർമ്മം അവർക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം നടത്തേണ്ടതാണ്. അത് സ്ത്രീയും പുരുഷനും പരസ്പരം അറിഞ്ഞ്
അന്യോന്യം ഇഷ്ടപ്പെട്ട് നടത്തേണ്ടതുമാണ്. ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കാണിക്കുന്ന കർമ്മങ്ങൾ അർത്ഥമില്ലാത്തതും അനാവശ്യമായതുമാണ്. ഇതിനായി എത്രയോ പണം ദുർവ്യയം ചെയ്യുന്നു. ഈ പണം അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിലും ഭാവിയിൽ അവർക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾക്കും ചിലവഴിച്ചുകൂടെ? ഗുരുദേവൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവിടെ വന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഗൃഹനാഥനും ബോധ്യമായി. ഗുരുദേവൻ കുട്ടികൾക്ക് പൂക്കളും പഴങ്ങളും നൽകി അകത്തേക്ക് പറഞ്ഞയച്ചു. പിന്നീട് നാം ഈ അനാചാരം ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗുരുദേവൻ കെട്ടുകല്യാണം എന്ന അനാചാരം ഇനി സമുദായത്തിൽ ആരും അനുവർത്തിക്കരുത് എന്ന് വിലക്കിക്കൊണ്ട് നിർത്തൽ ചെയ്യുകയും ചെയ്തു. എവിടെയെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പ് കാണുന്നതായി അറിഞ്ഞാൽ കത്ത് മുഖേനയും ദൂതന്മാർ മുഖേനയും ഗുരുദേവാജ്ഞ ജനങ്ങളിൽ എത്തിച്ച് തടയുകയും ചെയ്തിരുന്നു. എത്ര നല്ല കാര്യം പറഞ്ഞാലും മനസ്സിലാകാത്ത ചില പിന്തിരിപ്പന്മാർ എവിടെയും ഉണ്ടാകുമല്ലോ. ഗുരുദേവൻ്റെ ആജ്ഞ ധിക്കരിച്ചുകൊണ്ട് ഒരു ഈഴവ പ്രമാണി അയാളുടെ 3 പെൺമക്കൾക്കായി ഒരു കെട്ടുകല്യാണം വളരെ ആർഭാടകമായി നടത്തി. ഇതറിഞ്ഞ ഗുരുദേവൻ മനസ്താപത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ കല്യാണമെല്ലാം നടന്നല്ലോ, ഇനി അങ്ങനെ ഒരു പൊല്ലാപ്പിനായി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരികയില്ലല്ലോ. ഗുരുദേവൻ്റെ വാക്കുകളൊന്നും നിഷ്ഫലമായിട്ടില്ല. ആ കുട്ടികൾക്ക് പിന്നീട് വിവാഹമേ ഉണ്ടായില്ല. അവർ ആജീവനാന്തം കന്യകളായി തന്നെ കഴിഞ്ഞു. നമസ്കാരം.